ഇന്നലെ ചെന്നൈയിൽ വെച്ചായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ അന്ന സെബാസ്റ്റ്യന്റെ മരണത്തെക്കുറിച്ചുള്ള വിചിത്ര പരാമർശം. എത്ര മിടുക്കരാണെങ്കിലും സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് വീടുകളിൽ പഠിപ്പിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. പേരെടുത്ത് പറയാതെയായിരുന്നു പരാമർശം. കേട്ടുവരാം. நம்ம பிள்ளைகள் கல்வி கற்க நிறுவனத்துக்கு போகிறாங்க, காலேஜுக்கு போகிறாங்க, யூனிவர்சிட்டிக்கு போகிறாங்க, நல்ல விதமாக படித்து வெளியில் வராங்க. ஒரு கம்பெனி, அந்த கம்பெனியோட பேர் நான் எடுக்காமல் சொல்கிறேன், அது பார்ட்னர்ஷிப். அங்கே நல்ல சார்ட்டர்ட் அக்கௌண்டன்சி படிச்சுட்டு போய் சேர்ந்த ஒரு பெண் அந்த வேலையின் அந்த அழுத்தத்தை தாங்க முடியாமல் ஒரு 2-3 நாளைக்கு முன்னாடி நம்மளுக்கு ஒரு செய்தி கிடச்சிது. அந்த அழுத்தத்தால் தாங்க முடியாமல் உயிரிழந்துட்டாங்க அவங்க. குடும்பங்களில் சொல்ல வேண்டியது என்ன, நீ எவ்வளோ படித்து என்ன ஆனாலும் கூட ஒரு மனசில் நீ அந்த அழுத்தத்தை எடுத்துக்கிறதுக்கான உள் சக்தி உங்கள்கிட்ட இருக்கணும். அந்த உள் சக்தி உனக்கு வரணும்னா தெய்வீகம் மூலமாக தான் வர முடியும். இறைவனை நம்பு, இறைவனை கிருபை நம்மளுக்கு இருக்கணும், இறைவனை நாடு, அந்த நல்வழக்கங்களை கற்றுக்கோங்க. இதன் மூலமாக தான் உன் ஆத்மசக்தி வளரும். ஆத்மசக்தி வளர வளர தான் நீங்கள் உங்களுக்கு மேலே இருக்கக்கூடிய அந்த அழுத்தங்களை தாங்கிறதுக்கான பலம், இன்னர் ஸ்ட்ரென்த் நம்மளுக்கு வரும். അന്നയ്ക്ക് ആത്മശക്തിയുടെ കുറവല്ല അന്ന കുഴഞ്ഞു വീണാൻ കാരണമെന്ന് ഈ ധനമന്ത്രിയെ ആര് പഠിപ്പിക്കും? കോർപ്പറേറ്റ് സമ്മർദ്ദം, വീട്ടിൽ നിന്ന് സമ്മർദ്ദം നേരിടാൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണെന്ന് എങ്ങനെയാണ് ഈ ധനമന്ത്രിയെ നമ്മൾ വിശദീകരിക്കുക? ഇന്ന് പക്ഷേ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. അന്നയെ അവഹേളിച്ചിട്ടില്ലെന്നും കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയെക്കുറിച്ചാണ് പറഞ്ഞതെന്നുമാണ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള മറുപടി. വിമർശനം ശക്തമായതോടെയാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളമാരുടെ സ്പോൺസർമാരായി കേന്ദ്ര ധനമന്ത്രി മാറിയെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിമർശനം. പരാമർശത്തിൽ മന്ത്രി മാപ്പ് പറയണമെന്നും കേന്ദ്ര സർക്കാർ കർശന നിലപാട് സ്വീകരിക്കണമെന്നും റിയാസും ആവശ്യപ്പെട്ടു. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളകളായി ഇത്തരം IT കമ്പനികൾ മാറിയിരിക്കുകയാണ്. ആ ഡ്രാക്കുളകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവന ഡ്രാക്കുളയുടെ സംരക്ഷകയായി നിർമ്മല സീതാരാമൻ മാറുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. അന്വേഷണം നടത്തി ചൂഷണം നടത്തിയ കോർപ്പറേറ്റ് കമ്പനിയെയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ അതിലൂടെ നിയമം കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പ്രതിനിധി ഇത് വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഡ്രാക്കുളമാരുടെ സ്പോൺസറായി ഇന്ത്യയുടെ ധനമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാവണം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. അതിഥികളായ നമുക്കൊപ്പം അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് സിബി ജോസഫ്, കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, CPM പ്രതിനിധി ഡോക്ടർ V ശിവദാസൻ, BJP പ്രതിനിധി ജിജി ജോസഫ് എന്നിവർ. ആദ്യം അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് സിബി ജോസഫിലേക്ക്. സിബി ജോസഫ്, ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ചെന്നൈയിലെ പ്രസംഗം കേട്ടുവോ? കേട്ടപ്പോൾ എന്തു തോന്നി? ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ പ്രസ്താവന കേട്ടു. അത് ഇന്നലെ മുതലേ പേപ്പറിൽ വന്നതൊക്കെ വായിക്കുകയുണ്ടായി. പക്ഷെ അത് ധനമന്ത്രി പറയുന്നത് എങ്ങനെയത് സ്ട്രെസ് മാനേജ് ചെയ്യാൻ വീടുകളിൽ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. കാരണം ഞാൻ എൻ്റെ 2 മക്കളെയും തീർത്തും ആത്മവിശ്വാസം നൽകിയാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അവർ സ്കൂളുകളിലാണെങ്കിൽ തന്നെ എല്ലാ ക്ലാസ്സിലും ഒന്നാമതായിട്ടാണ് ഇവൾ പാസ്സായത്. അപ്പോൾ ആ പഠിക്കുന്നതിനുള്ള ആത്മവിശ്വാസം എല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ പള്ളികളിലെ ആക്ടിവിറ്റികളിലും ഞങ്ങൾക്ക് പള്ളികളിലാണെങ്കിൽ തന്നെ സൺഡേ ക്ലാസ് ഉണ്ട്. സൺഡേ ക്ലാസ്സിന് പഠിപ്പിക്കുന്നത് നമ്മൾ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുക, ദൈവിക കാര്യങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുക, അങ്ങനെ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ആ രീതിയിലൊക്കെയാണ് ഞങ്ങളുടെ പള്ളികളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ഞങ്ങൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മവിശ്വാസം അത് ഇനി എങ്ങനെയാണ് കൊടുക്കണേന്നുള്ളത് എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ ആത്മവിശ്വാസം കൊടുത്തിട്ടുമാണ് അവൾക്ക് അവിടെ ചെന്നിട്ട് അതിൻ്റെ ആ ജോലിയുടെ സ്ട്രെസ് താങ്ങാൻ സാധിക്കാതെ വന്നത്. അവൾക്ക് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. ഇനി ബഹുമാനപ്പെട്ട ധനമന്ത്രി ഏത് രീതിയിലാണ് കൂടുതൽ ചെയ്യേണ്ടതെന്നും കൂടി വിശദീകരിച്ചു തന്നാൽ നന്നായിരുന്നു. സിബി ജോസഫ്, മാത്രമല്ല തൊഴിൽ മന്ത്രാലയം ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിനിടയിലാണ്
സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്? അത് അന്വേഷണത്തിൻ്റെ ഫലത്തെ ബാധിക്കുമെന്നത് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ സിബി ജോസഫ്? എനിക്ക് മനസ്സിലായില്ല. അതായത് തൊഴിൽ മന്ത്രാലയം ഒരു അന്വേഷണം നടത്തുകയാണ്. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുമായി ബന്ധപ്പെട്ടും ഒരു അന്വേഷണം നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് ധനമന്ത്രി പറയുന്നതിനിടയിലാണ് ഈ വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ് അത് സമ്മർദ്ദത്തിനെ ഒരുപക്ഷെ നേരിടാൻ കുട്ടികളെ പ്രാപ്തമാക്കിയിരിക്കും എന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് കോർപ്പറേറ്റ് സമ്മർദ്ദത്തെ വീട്ടിൽ നിന്ന് നല്ല ട്രെയിനിങ് കിട്ടിയാൽ നമുക്ക് അതിജീവിക്കാം എന്നതാണല്ലോ ധനമന്ത്രി പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അത് യഥാർത്ഥത്തിൽ ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണം. അങ്ങനെ കരുതുന്നുണ്ടോ സിബി ജോസഫ്? കമ്പനിയെ സഹായിക്കാന്ന് വെച്ചാൽ കമ്പനിയുടെ ചെയർമാനും ആ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു രീതിയിലും നമ്മൾ വീടുകളിൽ എത്ര സ്ട്രെസ് കൊടുത്താലും ജോലികളിൽ നിന്നുള്ള ആ പരമാവധി സ്ട്രെസ് വരുവാണെങ്കിൽ അതിനെ നമുക്ക് താങ്ങാനായിട്ട് സാധിക്കില്ല. നമ്മൾ വീടുകളിൽ ഏതൊക്കെ രീതിയിൽ ദൈവികമായിട്ടും അല്ലാതെ നമുക്ക് ഉള്ള ഇത് പരിശീലനം വീടുകളിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ അത് ഇതിനേക്കാളും അപ്പുറമാണ് നമ്മളെ ഈ ജോലി സ്ഥലത്ത് നിന്നുള്ള സ്ട്രെസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ താങ്ങാനായിട്ട് പറ്റുമൊന്നുമില്ല. ഈ വീടുകളിൽ നിന്നുള്ള ആ ഒരു പരിശീലനം കൊണ്ടോ പള്ളികളിൽ നിന്നുള്ള പരിശീലനം കൊണ്ടോ ദൈവത്തിൽ കൂടുതലായിട്ട് അടുപ്പിച്ചുകൊണ്ടോ തോന്നുന്നില്ല അത് താങ്ങാൻ പറ്റുമെന്ന്. മാത്രമല്ല അന്ന ദൈവവിശ്വാസിയായിരുന്നു. അന്ന CA പോലൊരു പരീക്ഷ മികച്ച നിലയിൽ പാസ്സായതാണ്. റാങ്കോടുകൂടി ഉന്നത മാർക്കോടുകൂടിയാണ് എല്ലാ പഠനവും പൂർത്തിയാക്കിയത്. സമ്മർദ്ദത്തെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി അന്നയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അന്നയുടെ ശരീരമാണ് തളർന്നു പോയത്. അതെ, അന്ന ഈ എല്ലാ ക്ലാസ്സുകളിലും അവൾ ഒന്നാമതായിട്ടാണ് ജയിച്ചത്. അതുകൂടാതെ ഞങ്ങളുടെ പള്ളികളിലും ഉണ്ട് സൺഡേ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൺഡേ ക്ലാസ്സുകളിലും അവൾ സൺഡേ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൂടാതെ നമുക്ക് മറ്റ് ആക്ടിവിറ്റികളുണ്ട്. പള്ളികളിൽ തന്നെ മറ്റ് ആക്ടിവിറ്റികളുണ്ട്. പള്ളിയിലെ കൊയർ ടീമിലുണ്ടായിരുന്നു അവൾ. അതായത് പള്ളികളിലും മറ്റുള്ള ഇവരുമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് അവൾ ഇരുന്നത്. അങ്ങനെയാണ് ഇവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിലുള്ള ആക്ടിവിറ്റികളിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ടാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ 2 മക്കളെയും ആ രീതിയിൽ തന്നെ കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. 2 പിള്ളേരും പള്ളികളിലെ ആക്ടിവിറ്റികളിൽ വളരെ സജീവമായിരുന്നു. അതുകൂടാതെ സ്കൂളുകളിലും ജസ്റ്റ് പഠിത്തം മാത്രമല്ല എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു. അവളാണെങ്കിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീമിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഔട്ടിങ്ങിന് പോകുമ്പോൾ കയാക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സ്കൂളിലെ തന്നെ മറ്റ് ആക്ടിവിറ്റികളിലെല്ലാം വളരെ ഇതായിട്ട് ആക്റ്റീവായിട്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അതിലൊക്കെ വളരെ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് അവൾ പങ്കെടുത്തിരിക്കുന്നത്. സിബി ജോസഫ്, ഒന്നുകിൽ ധനമന്ത്രി ഇക്കാര്യങ്ങൾ അറിയാതെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ ലഘൂകരിച്ച് കണ്ടു മറുപടി പറഞ്ഞു. അതല്ലെങ്കിൽ ഈ മന്ത്രിയുടെ മറുപടി ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഈ കമ്പനിയെ സഹായിക്കാനാണ്. സിബി ജോസഫ് ഇതിൽ ഏതിലാണ് വിശ്വസിക്കുന്നത്? അതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രസ്താവന കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മന്ത്രിയുടെ രീതിയിലുള്ള ഒരു പ്രസ്താവന കൊടുക്കുന്നു. ഞാൻ പക്ഷെ പറയുന്നത് ഞാൻ ആ രീതിയിലല്ല മന്ത്രി ആ രീതിയിലല്ല നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത്. വീടുകളിലുള്ള ട്രെയിനിങ് കൊണ്ട് മാത്രം സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഇത് കഴിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റ് ആക്ടിവിറ്റികളും നമ്മൾ എല്ലാ ആക്ടിവിറ്റികളും കൂടി ചേർന്നിട്ടുള്ള ഇത് മാത്രമേ കിട്ടുള്ളൂ. അത് വേണ്ടത് ഈ കോർപ്പറേറ്റ് കമ്പനികളെ നിയന്ത്രിക്കലാണ്. അന്നയുടെ അമ്മ എഴുതിയതുപോലെ മറ്റുള്ള ഒരന്നമാർക്കും ഒരു പെൺകുട്ടിക്കും ഈ അവസ്ഥ വരാത്ത വിധം തൊഴിൽ സമയങ്ങൾ നിജപ്പെടുത്തിയും അവരുടെ റിക്രിയേഷൻ കൂടുതൽ ഉറപ്പാക്കിയും ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ തൊഴിൽ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ മന്ത്രി ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയല്ലേ സിബി ജോസഫ്? അതെ, അതാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഇത് ചെയ്താലും നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല. ആ നിയമങ്ങൾ ഈ കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടുള്ള ഒരു ഏജൻസികളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് അങ്ങനെ ഒരു മോണിറ്ററിങ് നടക്കുന്നില്ല ഇപ്പം. കാരണം ശരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ആ ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യാതെ മറ്റ് കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്.
അത് വ്യക്തിപരമായി സിബിഐയും അമ്മയും ഒക്കെ വേദനിപ്പിച്ചോ സിബി ജോസഫ്? അതെ, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രസ്താവന കേട്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ വീടുകളിൽ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ടും പറ്റുന്നില്ല. അത് എങ്ങനെ വീടുകളിൽ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാ മാതാപിതാക്കളും അങ്ങനെയായിരിക്കും. പിള്ളേരെ വളർത്തിക്കൊണ്ടുവന്ന് എങ്ങനെയായിരിക്കും അവരുടെ എല്ലാ കഴിവും വികസിപ്പിക്കുക, അവർക്ക് ആത്മവിശ്വാസം ചെറുപ്പത്തിലെ മുതൽ കൊടുത്തുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അതും കൂടി ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഒന്ന് വിശദീകരിച്ച് തരട്ടെ. ഒരു നിമിഷം. ജിജി ജോസഫ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാപ്പ് പറയലല്ലേ ഈ ഘട്ടത്തിൽ ഏറ്റവും ഉചിതമായത്? ജിജി ജോസഫ്. അല്ല ഡോക്ടർ അരുൺ, എൻ്റെ അകത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു വിഷയത്തെ നമുക്ക് പണ്ട് ക്ലീശ ഉദാഹരണം പറയാമെന്ന് തോന്നും. വാതിൽ പകുതി അടഞ്ഞാണ് കിടക്കുന്നതെന്നും പറയാം, വാതിൽ പകുതി തുറന്നാണ് കിടക്കുന്നതെന്നും പറയാം. നമ്മളെങ്ങനെയാണോ കാണുന്നത് അതിനെക്കുറിച്ചാണ്. ഈ തൊഴിൽ മന്ത്രി ഇതിനെക്കുറിച്ച് നടപടിയെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഈ മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് പല സ്ഥലത്തും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പൊതുവിൽ പറയും, നിങ്ങൾ കുട്ടികൾ ഈ പഴയ ATM കാർഡ് സൂക്ഷിക്കുന്നുണ്ടോ, കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ, നിങ്ങളത് വീട്ടിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങനത്തെ ഒരു കോണ്ടസ്റ്റിൽ തന്നെ എടുക്കുകയായിരിക്കും വളരെ ഉചിതം. അത് ആ രീതിയിലാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു വിവാദമായിട്ട് നമ്മളിത് വേറൊരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇന്ന് വൈകുന്നേരത്തെ ചർച്ച മാത്രമായി തീരും. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുമില്ല. പക്ഷെ ഇതങ്ങനെയല്ല കാണേണ്ടത്. ഇന്ത്യയിൽ ആകമാനമുള്ള സ്ത്രീകൾക്കുള്ള തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന യാതനകൾ, ഇന്ന് ദ ഹിന്ദുവിലൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരം പ്രൊഫഷണൽസ്, സയൻറ്റിഫിക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ 53.2 മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്കൂർ വെച്ച് വരുമ്പോൾ 11 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. 5 ദിവസമാണെങ്കിൽ 11 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. 6 ദിവസം 9 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷെ മീഡിയ പ്രൊഫഷണലിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലും ഇത്തരം സംഭവങ്ങളുണ്ട്. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസുകളിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ല, തൊഴിലവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, അതിന് വീട്ടിൽ പരിശീലനം നേടി വരണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? പറയട്ടെ. നമ്മളിതിനെ അല്ല ഞാൻ ഇതിനെ അങ്ങനെയല്ല കാണേണ്ടത്. അതായത് നമ്മൾ സാധാരണ പറയുള്ളൂ, നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾ വരിക, കൂടുതൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയാണോ തൊഴിലവകാശ നിഷേധനത്തെ നമ്മൾ നേരിടേണ്ടത്? സമ്മർദ്ദത്തെ നേരിടേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ഉയർത്തിക്കൊണ്ടാണോ ജിജി ജോസഫ്? ഒരു തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ സംസാരിക്കട്ടെ. ഈ പല സ്ഥലത്തും നമുക്കൊരു ജോലി കിട്ടുമ്പോൾ ആ ജോലി കിട്ടുമ്പോൾ നമുക്ക് സോഷ്യലി നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്, സാമൂഹ്യ സമ്മർദ്ദം. വീട്ടിൽ നിന്നാണെങ്കിലും, ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും, വൈഫ്, ഇങ്ങനെ ആരൊക്കെ ഒരു കമ്പനി കൊടുത്ത സമ്മർദ്ദത്തെ സമൂഹത്തിന് മണ്ടേ കൊണ്ടിടല്ലേ? ഒരു സമൂഹവും അവിടുത്തെ മാനേജറും കൊടുത്ത വർക്ക് ഷെഡ്യൂളാണ് ജിജി ജോസഫ് അന്നെ സമ്മർദ്ദത്തിലാക്കിയത്. അത് സമൂഹത്തിന് നൽകിക്കൊണ്ടിടണ്ട. അല്ല, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇതുണ്ട്, പൂർത്തിയാക്കിയാലേ അത് എൻ്റെ അർത്ഥം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനും ഇടയ്ക്ക് പറയും, ഇത് ഓവർലാപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിച്ചാൽ ഇത് വേറെ നെഗറ്റീവ് സാധനമായിട്ട് വരും. അങ്ങനെ കൊണ്ടുവരാൻ ഞാൻ അതല്ല പറഞ്ഞത്. പൊതുവിൽ നമുക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിയുമ്പോൾ ജോലി സ്ഥലത്ത് ഇത്രയും സാലറി ഉള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് പോരുന്നത് എന്ന് പറയുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മളിപ്പോൾ കൊല്ലത്തെ ഒരു കുട്ടി സ്ത്രീധന മരണം സംഭവിച്ചതിന് ശേഷം പറഞ്ഞല്ലോ, കുട്ടി വീട്ടിൽ വിളിച്ച് പറയുന്ന സമയത്തും കുട്ടിയോട് അവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കുന്നത്. ഞാൻ ഈ വീട്ടുകാരങ്ങനെ പറഞ്ഞെന്നല്ല പറഞ്ഞു. ഞാൻ ഈ വിഷയം നിങ്ങൾ ഈ പറയുന്ന നിർമ്മല സീതാരാമൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ ആ കുടുംബത്തെ അല്ല പറഞ്ഞെന്ന് ഡോക്ടർ അരുണിനോട് ഞാൻ പറഞ്ഞത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പഠിക്കാനും അത് കൂടുതൽ മനസ്സിലാക്കാനും വലിയ ചർച്ചകളാണ് നടത്തേണ്ടത്. വിവാദമാക്കി അല്ല, സ്ത്രീകൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നാണ് മന്ത്രി പറഞ്ഞത്. മാത്രമാക്കി
പ്രശ്നമാക്കി മാറ്റുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അങ്ങ് അപലപിച്ചോളൂ. പക്ഷേ എനിക്ക് അങ്ങ് ഉത്തരം നൽകൂ. തൊഴിലിടത്തെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിന് ധനമന്ത്രി ചെന്നൈ കോളേജിൽ നടത്തിയ പ്രസംഗം എങ്ങനെ ഉപകരിക്കും? അങ്ങ് വിശദീകരിക്കൂ. അവര് അവിടുത്തെ ധ്യാന കേന്ദ്രവും ആരാധനാലയവും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തല്ലേ ഇത് പറഞ്ഞത്. അതല്ലാതെ നേരെ വന്നിട്ട് ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് എന്നല്ല പറഞ്ഞത്. അവിടെ അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഒരുക്കുന്നു. ആ സംവിധാനം ഒരുക്കുമ്പോൾ സംവിധാനത്തെ കുറിച്ച് നമ്മൾ തൊഴിലിടത്തെ സമ്മർദ്ദത്തെ ഒഴിവാക്കാൻ അല്ല, ആ കോളേജിൽ എന്താ നടന്നത്? യൂണിവേഴ്സിറ്റി അതിലെ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക ഹോളും അതെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു ഏത് സ്ഥാപനം സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും നിങ്ങളൊരു ശാസ്ത്ര മേഖലയിൽ ഒരു സാധനം ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ പറയുന്ന പ്രസംഗം വ്യത്യാസമാണ്. അത് സോഷ്യലി നിങ്ങൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് കേപ്പബിൾ ആവണം എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ പറയുള്ളൂ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നമുക്കൊക്കെ മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയുന്നത് ജിജി? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആകെ 3 വാചകങ്ങളേ വേണ്ടൂ. ഒന്ന്, ഈ വാർത്ത സൂചിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചെന്നൈയിലെ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യ കോളേജിൽ നടത്തിയ പ്രസംഗത്തിൽ വീട്ടിൽ നിന്ന് ഈ സമ്മർദ്ദങ്ങളെ നേരിടാൻ പഠിപ്പിച്ചു വിടണമെന്ന് പറയുന്നു. എന്റെ ചോദ്യം, അന്ന സെബാസ്റ്റ്യൻ മരിച്ചത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്തത് കൊണ്ടാണോ? 2, ഈ വിഷയങ്ങളിൽ പ്രാർത്ഥന വേണം, ആന്തരികമായ ശക്തി ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് വേണമെന്ന് പറയുന്നു. തൊഴിലവകാശ നിഷേധനത്തിന് ആന്തരിക ശക്തി കൊണ്ട് നേരിടാൻ കഴിയുമോ ജിജി? അല്ല, ഇത് തൊഴിലവകാശത്തിന് വേണ്ടിയിട്ടല്ല ഇത് അവർ പറഞ്ഞത്. നിങ്ങളിത് മനസ്സിലാക്കും. ഇതൊരു സോഷ്യൽ കോണ്ടക്സ്റ്റിന്റെ രീതിയിൽ വേണം ഇതിലെടുക്കാൻ. അല്ലാതെ അന്ന എന്ന കുട്ടിയെ മാത്രമായിട്ടല്ല എടുക്കുന്നത്. ഞാൻ പറയുന്നത്, സമ്മർദ്ദം ഉണ്ടാകുന്നതിന് നമുക്ക് ചില സ്ഥലത്ത് നമുക്കറിയാലോ, വലിയ ജോലി വിടുമ്പോൾ നമുക്ക് പ്രഷർ കൂടുമ്പോൾ ജോലി വിടാൻ പോലും നമുക്ക് അതിനൊരു ധൈര്യം ഉണ്ടാവില്ല. ഞങ്ങൾ പറയുന്ന മന്ത്രി അതിൻ്റെ അകത്ത് പറഞ്ഞത്, അവിടുത്തെ ധ്യാന കേന്ദ്രവും ആരാധനാലയവും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് സ്ഥാപിക്കുന്നത് എന്നും അത് നമുക്ക് ആന്തരികമായി അധ്യാപകരിൽ നിന്നും ഫാമിലിയിൽ നിന്നും നമുക്ക് കൂടുതൽ കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, ധ്യാനം അത് ഈ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഇഷ്യൂ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു വേദന നിലനിൽക്കുമ്പോൾ അവരൊന്ന് എക്സിൽ കുറിച്ചിട്ടുണ്ടല്ലോ, അവരെ പരാമർശിച്ച് അവരങ്ങനത്തെ കുഴപ്പം ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്. പകരം ബാക്കിയുള്ള നമ്മൾ ഈ സാധാരണ മയക്കുമരുന്ന് അടിക്കുന്ന സമയത്തുള്ള അത് കഴിഞ്ഞിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്ന സർവമാനമുള്ള ബാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയുമല്ലോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പറയുമല്ലോ, നിങ്ങളിത് സോഷ്യലി നിങ്ങളിങ്ങനെ ഉപയോഗിക്കരുത്, പറയരുത് എന്നൊരു സോഷ്യൽ ഉപദേശമാണ് നൽകിയത്. സമൂഹത്തിന് കൊടുത്തിട്ട് ഒരു ഉപദേശമാണ് നൽകിയത്. ഈ അവസരം ആ സമയത്തുണ്ട്. തൊഴിൽ സമ്മർദ്ദം മൂലം, ഈ മാനേജറിൽ നിന്നും അസിസ്റ്റന്റ് മാനേജറിൽ നിന്നും ഏറ്റ തൊഴിൽ പീഡനം മൂലം ഒരു കുട്ടി ശാരീരികമായി തളർന്നു കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇത്തരം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കരുത്ത് നേടണമെന്നും ധ്യാനിക്കണമെന്നും ആന്തരിക ശക്തി വേണമെന്നും പറയുന്നതിലൊരു യുക്തിരാഹിത്യമില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ജിജി. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, അവിടെ എന്തിനാണ് ഈ വാർത്ത കൊണ്ടുവരുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കഥക് പകുതി അടഞ്ഞാണ് കിടക്കുന്നതെന്നും പറയാം, അല്ലെങ്കിൽ പകുതി തുറന്നാണ് കിടക്കുന്നതെന്നും പറയാം. അത് നിങ്ങൾ എടുക്കുന്ന രീതിയാണ്. വിവാദമാക്കണം എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസിന്റെ ആവശ്യം നമുക്കറിയാലോ. അൻവറിൽ നിന്ന് താങ്കൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? അന്ന സെബാസ്റ്റ്യന്റെ മരണം വീട്ടിലെ സമ്മർദ്ദം നേരിടുന്നതിനുള്ള പരിശീലനക്കുറവുള്ളത് കൊണ്ടാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ ജിജിക്ക്? ജിജിത്ത മനസ്സിലാക്കിയത് എന്താണ്? അത് പറയൂ. ധനമന്ത്രി മനസ്സിലാക്കിയത് എങ്ങനെയോ ആവട്ടെ, ജിജി മനസ്സിലാക്കിയത് എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നു, ഇത്തരം കാര്യങ്ങളുണ്ടാകുന്നു. ഇത് ഒരാളെ കേന്ദ്രീകരിച്ചല്ലോ. ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ ഇതിന് എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. അതിന് ഇന്ത്യയിൽ ആകമാനം ചർച്ച നടക്കണം. ഞാൻ അതാണ് പറഞ്ഞത്. കാര്യം ഇന്ത്യയിൽ ഏതാണ്ട് 8.5% തൊഴിൽ സമ്മർദ്ദത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്? ജിജി ജോസഫ് അങ്ങ് പറയൂ.
ഇത്തരം കോർപ്പറേറ്റ് ഇടങ്ങളിലെ തൊഴിൽ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടുക? ഞാൻ പറയുന്നത് അതിനാണല്ലോ അവിടുത്തെ അന്വേഷണം നടത്തണം. ആ ഏണസ്റ്റ് ആൻഡ് കമ്പനിക്കെതിരെ നടപടിയെടുക്കണം. ഈ ധനമന്ത്രി അത്തരം ഒരു വാചകം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടത് അന്വേഷണം നടത്തുന്നത്. ഇവിടെ ഓൾറെഡി അന്വേഷണം നടത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞു. തൊഴിൽ വകുപ്പൊക്കെ അത് എടുത്തു കഴിഞ്ഞു. പൊതുവിൽ വിദ്യാർത്ഥികൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഒരു ധ്യാന ഹാൾ ആയതുകൊണ്ട് ഇതിന്റെ പ്രയോജനവും അധ്യാപകരും തൊഴിൽ സമ്മർദ്ദവും തമ്മിൽ എന്ത് ബന്ധം? അതല്ലേ, അത് ഈ സോഷ്യൽ ഇപ്പോൾ നടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നേ. അതിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടാൽ നെഗറ്റീവായിട്ട് കാണാം. നിങ്ങൾ നെഗറ്റീവായിട്ട് കണ്ടാൽ ഇന്ന് വൈകുന്നേരത്തെ മാത്രം ചർച്ച ചെയ്ത് ഇത് തീരും. അങ്ങനെ തീരരുത്. ഈ ചർച്ച മുന്നോട്ട് പോകണം. ഈ സമൂഹത്തിൽ എല്ലായിടത്തും ചർച്ച നടക്കണം. 8% വരുന്ന കോർപ്പറേറ്റ് മേഖലകളിലുള്ള സ്ത്രീകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ അംഗീകരിക്കപ്പെടാതെ പോകുന്നു. അതിന് പകരം വിശാലമായ സാമൂഹിക അന്തരീക്ഷത്തിൽ പറഞ്ഞതാണ്. അത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ, കോൺഗ്രസ് അടക്കമുള്ളവർ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ കുടുംബത്തെയോ ഈ അന്നയൊന്നും അപമാനിക്കാൻ ശ്രമിച്ചതല്ല. തൊഴിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ആന്തരികമായ ശക്തി വർദ്ധിപ്പിച്ചും ധ്യാന കേന്ദ്രങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നത് വഴിയും നമുക്ക് നേരിടാൻ കഴിയുമെന്നാണ് സൂചിപ്പിച്ചത് എന്നാണ് ജിജി ജോസഫ് പറയുന്നത്. അതിന് അന്നയുടെ മരണവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ജിജി ജോസഫിന്റെ വാദം. 26 വയസ്സുകാരിയായ യുവതി കൊടിയ തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് മരണപ്പെട്ടുവെന്ന വേദനിക്കുന്ന വാർത്തയ്ക്ക് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഒരു സംഭവം മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മാധ്യമങ്ങളിൽ വരുന്നു, ചിലത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ആ അമ്മ ഏറ്റവും ഹൃദയത്തിൽ തട്ടുന്ന നിലയിൽ എഴുതിയിട്ടുള്ള ആ കത്താണ് പലപ്പോഴും ഈ ചർച്ചയെ നമ്മുടെയെല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. ഇവിടെ നിർമ്മലാ സീതാരാമൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ കാണേണ്ടത് അവരുടെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ന്യായമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുള്ള ട്രേഡ് യൂണിയൻ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതി കോർപ്പറേറ്റുകൾക്ക് എല്ലാ അർത്ഥത്തിലും ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുത്തി കൊടുക്കുന്നതിന് BJP വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് മുമ്പും തൊഴിലിടങ്ങളിൽ ചൂഷണമുണ്ട്, അതും യാഥാർത്ഥ്യമാണ്. 1936 ചാർലി ചാപ്ലിൻ മോഡേൺ ടൈംസ് എന്ന സിനിമ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചു. വാഷ്റൂമിലേക്ക് പോകാൻ പോലും സമയം കിട്ടാതെ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു തൊഴിലാളിയുടെ ജീവിത കഥ അതേറ്റവും വേദനയോടുകൂടി അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുകയുണ്ടായി. മൂലധനത്തിൻ്റെ താല്പര്യം ലോകത്ത് എല്ലായിടത്തും ഒന്നാണ്, അത് തൊഴിലാളിയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ജലത്തിലാണെങ്കിലും ചോരയിലാണെങ്കിലും ലാഭം 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 എന്ന് മാത്രം ചിന്തിക്കുന്ന മൂലധന താല്പര്യം അതെല്ലായിടത്തും നമ്മൾ കാണുകയാണ്. ഇന്ത്യയിൽ BJP ഭരണത്തിൽ അത് വലിയ നിലയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഏണസ്റ്റ് എങ്കിൽ മാത്രമല്ല, നമ്മൾ യാത്ര ചെയ്യുന്ന റെയിൽവേയിൽ അവിടെ നമുക്ക് ഭക്ഷണം തരുന്നതിന് വേണ്ടി വരുന്ന നമ്മുടെ വിരിപ്പുമായിട്ട് വരുന്ന മറ്റ് സഹായങ്ങളുമായിട്ട് വരുന്ന തൊഴിലാളിയുടെ മുഖത്തേക്ക് നോക്കൂ. ആ തൊഴിലാളിക്ക് കിട്ടുന്ന സാലറി എത്രയാണ്? 8,000 രൂപ, 9,000 രൂപ, 10,000 രൂപ ഇടനിലക്കാർ അടിച്ചെടുക്കുന്നു. അതിലൊരു പങ്ക് BJPക്ക് സംഭാവനയായിട്ടും കൊടുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എയർപോർട്ടുകളിൽ അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ സ്ഥിതി എന്താണ്? അവർക്ക് കൊടുക്കുന്ന വേതനം എത്രയാണ്? അവർ യൂണിയൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ന്യായമായ ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹി എയർപോർട്ടിൽ ഒരു തൊഴിലാളിയായിട്ട് സംസാരിച്ചു. ഞാൻ അവരോട് യൂണിയൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യൂണിയനെക്കുറിച്ച് ഇവിടെ സംസാരിച്ചാൽ ഞങ്ങൾ ഹൈദരാബാദിലേക്ക് മാറ്റും. ഹൈദരാബാദിൽ ഞങ്ങൾക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഹൈദരാബാദിൽ നിന്ന് അവർ കൽക്കട്ടയിലേക്ക് മാറ്റും, പിന്നെ ഞങ്ങൾക്ക് ജോലിയില്ലാതാകും. തൊഴിലാളിയെ ഏറ്റവും നികൃഷ്ടമായ നിലയിൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസ്ഥ രൂപപ്പെടുത്തി കൊടുക്കുകയാണ് നിർമ്മലാ സീതാരാമൻ്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ നമുക്ക് അത്ഭുതപ്പെടുന്നതിനുള്ള യാതൊരു വകയുമില്ല. ഇവിടെ തൊഴിലിടങ്ങളിൽ ഏതെല്ലാം നിലയിലാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്? സ്ത്രീകൾ എന്ന നിലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് അവരെ ഉൾപ്പെടുത്തുന്നില്ല. അവരെ പുതിയ പ്രൊജക്റ്റുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വലിയ നിലയിലുള്ള വിഭജനത്തിന് ഇരയാക്കുകയാണ്. കാരണം അവർ ഗർഭിണിയാവാൻ സാധ്യതയുണ്ട്, പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരെ മാറ്റി നിർത്തുന്നത്. വിവാഹിതയായ സ്ത്രീകളെ
തൊഴിലെടുത്ത് നിന്ന് മാറ്റി നിർത്തുന്ന, പ്രൊമോഷൻ നൽകാതിരിക്കുന്ന നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിലെ തൊഴിലാളികൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ജിൻഡോയുടെ പ്രതികരണം കൂടി വേണം. താങ്കൾ പറയുന്നത് പോലെ ഈ കോർപ്പറേറ്റ് സാഹചര്യങ്ങളിൽ തൊഴിലിടങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂഷണം നടക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിന് വലിയ രീതിയിൽ ആ തൊഴിൽ ചൂഷണത്തിന് ഇരയാവുന്നു എന്നുള്ളത് പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. കോർപ്പറേറ്റ് തൊഴിലിടങ്ങളിലെ തൊഴിൽ സമ്മർദ്ദം നേരിടാൻ വിദ്യാർത്ഥികളെ, തൊഴിലാളികളെ കുടുംബത്തിൽ പരിശീലിപ്പിക്കുകയാണോ വേണ്ടത്? അവർ ആത്മശക്തി നേടിയാൽ തൊഴിലിടങ്ങളിലെ വിവേചനവും ചൂഷണവും നേരിടാൻ കഴിയുമോ? സിബി ജോസഫ്, അന്ന സെബാസ്റ്റ്യന്റെ പിതാവ്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ വി ശിവദാസൻ MP CPM പ്രതിനിധി, BJP പ്രതിനിധി ജിജി ജോസഫ് എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ. ജിൻഡോ ജോണിലേക്ക്. ജിൻഡോ ജോൺ, കോൺഗ്രസും CPM അടക്കമുള്ളവർ നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. DYFI നേരിട്ട് പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങുകയാണ്. നിർമ്മലാ സീതാരാമൻ മാപ്പ് പറയണം എന്നാണ് പൊതുവെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ BJP പ്രതിനിധി ജിജി ജോസഫ് വിശദീകരിക്കാൻ ശ്രമിച്ചത് പൊതുവെ മറ്റൊരു സാമൂഹികമായ അന്തരീക്ഷത്തിൽ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗത്തിൽ ആ വാർത്ത ഉദ്ധരിക്കുക മാത്രമാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തത് എന്നാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നിർമ്മലാ സീതാരാമന്റെ വിശദീകരണം വന്നു. ആ കുടുംബത്തെയോ ആ കുട്ടിയോ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നോ ജിൻഡോ? ജിജി പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവായും മനസ്സിലാക്കാം, അതിനെ നെഗറ്റീവായും മനസ്സിലാക്കാം. നിങ്ങളടക്കമുള്ളവർ അതിൻ്റെ നെഗറ്റീവ് വശമാണോ മനസ്സിലാക്കിയിരിക്കുന്നത് ഡോക്ടർ ജിൻഡോ ജോൺ? ശ്രീ അരുൺ, ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ രാജ്യത്തെ എത്രയോ അധികം ശതമാനം സ്ത്രീകൾ വലിയ പ്രയാസങ്ങൾ തൊഴിലിടങ്ങളിൽ നേരിടുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ധൈര്യം കാണിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള താങ്കളും താങ്കളുടെ പാർട്ടിയും അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇനി രണ്ടാമത്തത്, നിർമ്മലാ സീതാരാമൻ പറയുന്ന ആ കുടുംബത്തെ ആക്ഷേപിക്കാനോ ആ കുട്ടിയെ ആക്ഷേപിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അത് അവർക്ക് പറയാം. പക്ഷെ അവരുടെ സംസാര രീതിയിൽ നിന്ന്, അവരുടെ പ്രസംഗത്തിലെ വാക്കുകളിൽ നിന്ന് പൊതുസമൂഹത്തിന് എന്താണ് മനസ്സിലായത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇവിടെ ധ്യാനിക്കൂ എന്നാണ് പറയുന്നത്. തൊഴിലിടങ്ങളിലെ ചൂഷണത്തെ, സമ്മർദ്ദത്തെ നേരിടാൻ വേണ്ടി ധ്യാനം പഠിക്കുക, ധ്യാനിക്കുക, അത് കുടുംബത്തിൽ നിന്ന് പരിശീലിക്കുക എന്നാണ് പറയുന്നത്. ഇതേ നിർമ്മലാ സീതാരാമൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉള്ളിവില കൂടിയപ്പോൾ രാജ്യത്തെ ഉള്ളിവിലയിൽ എനിക്ക് വലിയ പ്രശ്നമില്ല, കാരണം ഞാൻ ഉള്ളി കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ ധനമന്ത്രിക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ അഭിപ്രായം പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്താ അറിയോ? ഒരു അല്പം സഹാനുഭൂതിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കാണാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. ഈ കഥക് പകുതി തുറന്നിട്ടത് കണ്ടില്ല, പകുതി അടച്ചിട്ടതാണ് കണ്ടത് എന്ന് പറയുമ്പോൾ മനസ്സിന്റെ കഥക് കുറച്ചുകൂടി വലുതായിട്ട് മുഴുവനും തുറന്നിടാൻ BJPയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ സഹാനുഭൂതിയോടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകൾക്ക് വീട്ടിൽ പഠിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ നാട്ടിലെങ്കിലും BJPക്കാർ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത്തരം മനുഷ്യരുടെ വിലാപങ്ങൾക്ക് മറുപടി പറയാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകൾ, മാനവികതയെ എങ്കിലും കാണിക്കണം. ഇവിടെ നിർമ്മലാ സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലാകുന്നത് എന്താ? ആ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മെന്റൽ ടോർച്ചർ, അതിനെ നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ബേസിക് ഹ്യൂമാനിറ്റി നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടി മരണത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം സംജാതമാകപ്പെടുമ്പോഴും ആ ബേസിക് ഹ്യൂമാനിറ്റി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തെയും നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി നോർമലൈസ് ചെയ്യുകയാണ്. ഇത് കേന്ദ്ര തൊഴിൽ വകുപ്പിന്റെ അന്വേഷണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഇരിക്കുന്ന ക്യാബിനറ്റിലെ ഒരു വകുപ്പിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ കമ്പനിക്കെതിരെ. ആ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരിക്കും സ്വാഭാവികമായിട്ടും വരും എന്ന് നമുക്ക് ഊഹിക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ടല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഈ കുടുംബവുമായിട്ട് സംവദിക്കുന്നു. വിവിധ രാഷ്ട്രീയ ചേരിയിലുള്ള പാർട്ടിക്കാർ, ഇടതുപക്ഷത്തും അല്ലെങ്കിൽ കോൺഗ്രസും UDFും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് അത് സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നിർമ്മലാ സീതാരാമനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ അത് തെറ്റായി പോയി, ആ കുടുംബത്തിന്റെ സങ്കടം മനസ്സിലാക്കാൻ
കണക്കാക്കാതെ നടത്തിയ പരാമർശം തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സമരത്തിന്റെ ഭാഗമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും, അത് സഹാനുഭൂതിയുടെ, മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഭാരത് ജോഡോയുടെ ആശയം. മറ്റൊന്ന്, സംഘപരിവാറിന്റെ പുച്ഛത്തിന്റെ ആശയം. ഏത് സങ്കടങ്ങളിലും വിലാപങ്ങളിലും അവരുടെ മനുഷ്യരുടെ വിലാപങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന സംഘപരിവാർ ആശയമാണ് ഒട്ടും നിർമ്മലമല്ലാത്ത നിർമ്മലാ സീതാരാമന്റെ ഈ പ്രസ്താവനയോടെ നമ്മൾ കാണേണ്ടത്. മനുഷ്യരെ കേൾക്കാത്ത മന്ത്രിമാരെ ചുമക്കാനുള്ള ബാധ്യത ഈ സമൂഹത്തിനും രാജ്യത്തിനും ഇല്ല എന്ന് BJPയുടെ നേതാക്കന്മാർ തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ധ്യാനിക്കണോ ധ്യാനിക്കാതിരിക്കണോ എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഒരു സർക്കാരിന്റെ നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് ഒരു വ്യക്തിക്ക് തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള മരണം സമ്മാനിക്കുന്ന പ്രഷർ, മെന്റൽ ടോർച്ചർ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നടത്താതെ വ്യക്തികളുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള ധ്യാനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അത് പരിശീലിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകൾക്ക് അത്തരം പരിശീലനം കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി സഹാനുഭൂതിയോടെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഈ മനസ്സിന്റെ കഥ കടച്ചിട്ടിരുന്ന മനുഷ്യരെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലായിരുന്നേ. ഇവർ കഴിഞ്ഞ 10-11 വർഷമായിട്ട് മനസ്സിന്റെ കഥ കടച്ചിട്ടിട്ടാണ് ഈ രാജ്യത്തെ മനുഷ്യരെ അഡ്രസ് ചെയ്യുന്നത്. ഈ മനുഷ്യരുടെ വിലാപങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ അവരുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹാനുഭൂതിയോടെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ നിർമ്മലാ സീതാരാമൻ? അവരൊരു ധനകാര്യമന്ത്രിയായിരുന്നു. അവർ വിലക്കയറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? എപ്പോഴെങ്കിലും അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇവരിൽ നിന്ന് ഇതിൽ അധികമായിട്ട് പ്രതീക്ഷിക്കുന്ന നമ്മൾക്കാണ് തെറ്റുപറ്റുന്നത്. ഇവർ മാപ്പ് പറയുന്നതിലല്ല പ്രശ്നം തീരുന്നത്, ഇവരുടെയൊക്കെ മനോഗതി മാറുക എന്നുള്ളതാണ്. സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജിജി ജോസഫ്, നോക്കൂ, നമ്മളോടൊപ്പം എത്ര തുറന്നാണ് ഈ സിബി ജോസഫ് സംസാരിച്ചത്, അന്ന സെബാസ്റ്റ്യന്റെ പിതാവ്. എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ മകളെ ഞാൻ ഇനി പരിശീലിപ്പിക്കേണ്ടതെന്ന്. സാധ്യമായ എല്ലാ പരിശീലനവും ആ കുടുംബം ആ കുട്ടിക്ക് കൊടുത്തു. കയാക്കിംഗ്, ഈ വിശ്രമവേളകളിൽ ആ കുട്ടി പങ്കെടുക്കുമായിരുന്നു. ആ കുട്ടി അത്തരം തുറന്ന ഇടങ്ങളിലെല്ലാം സുഹൃത്തുക്കൾക്കൊപ്പം പോയി ചെലവഴിക്കുകയും ഒപ്പം തന്നെ വിശ്രമവേളകളിൽ വളരെ കരുത്തുറ്റ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. പള്ളിയിൽ ധ്യാനത്തിൽ പോകുമായിരുന്നു. പള്ളി സൺഡേ സ്കൂളുകളിൽ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. ആ കുട്ടി ഈ നിർമ്മലാ സീതാരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തികഞ്ഞ ആത്മവിശ്വാസമുള്ളവളും വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചവളും സൺഡേ സ്കൂളുകളിലടക്കം പോയി ധ്യാനനിരതമായ മനസ്സോടുകൂടി വിശ്വാസനിരതയായി ജീവിച്ച ഒരു പെൺകുട്ടിയുമാണ്. നിർമ്മലാ സീതാരാമൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരം സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ഏറ്റവും മികച്ച പരിശീലനം കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടി തളർന്നു വീണു. ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല. ആ കുട്ടിയുടെ ശരീരത്തിന് ആ സമ്മർദ്ദം താങ്ങാനാകാതെ പോയി. അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഉദാഹരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പരിശീലനം കിട്ടണമെന്ന് പറഞ്ഞതാണ് പാളിപ്പോയത്. അതിനിയെങ്കിലും ജിജി ജോസഫ്, നിങ്ങളെപ്പോലുള്ള BJP നേതാക്കൾക്ക് മനസ്സിലാകാത്തത് എന്താണ്? അല്ല, ഞാൻ പറയുന്നതേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാന്നുള്ളത് വിഷയം. നമ്മളിത് ആ കുട്ടിയുടെ ഒരു കപ്പാസിറ്റി, ആ കുട്ടി അവിടെ വരെ എത്തിയത് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നും നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെ. ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അവിടം വരെ എത്തിയത്. ആ കുട്ടിക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് ആ കുട്ടിക്ക് നല്ല സാധാരണ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് താങ്ങാൻ സാധിക്കാറില്ല. അങ്ങനെ താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ആ കുട്ടിയെ സംബന്ധിച്ച് പറയുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നിർമ്മലാ സീതാരാമൻ ആ കുട്ടി ഇങ്ങനെ അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നല്ല പറയുന്ന ഉദ്ദേശിച്ചത്. ഇതൊരു സോഷ്യൽ കോൺടസ്റ്റിലാണ് പറഞ്ഞത് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അത് ആദ്യം പറഞ്ഞു തന്നെ. പക്ഷെ എനിക്ക് ജിൻഡോയുടെ ഒരു കാര്യം പറയാനുള്ളത്. എൻ്റെ പൊന്ന് ജിൻഡോ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ഞാനും രാഷ്ട്രീയം പറയാം. സ്ത്രീകൾക്ക് എല്ലായിടത്തും ഈ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആ രാഷ്ട്രീയ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ പരിഹരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു തുറന്ന ചർച്ച വേണമെന്ന് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ നേതാവ് കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാരാ? ഹരിയാനയിൽ ഉണ്ടെന്ന് പറഞ്ഞതാരാ? പിന്നെ സ്ത്രീകൾ ഇപ്പൊ BJP സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ ചെയ്തു? രാഷ്ട്രീയം പറയും, ഞാൻ രാഷ്ട്രീയം പറയും വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
ധനമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് അത് വരൂ. പറ്റത്തില്ല. ജിൻഡോയ്ക്ക് രാഷ്ട്രീയം പറയാം, ജിൻഡോയ്ക്ക് രാഷ്ട്രീയം പറയാം. ജിൻഡോ ഇത് രാഷ്ട്രീയം മാത്രമേ ജിൻഡോ പറയുന്നുള്ളൂ. ജിൻഡോ രാഷ്ട്രീയം, ജിൻഡോ പറയുന്നത് ബിജെപിക്ക് എങ്ങനെ പറയാൻ പറ്റും, സംഘപരിവാറിന് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെയാ ചോദിക്കുന്നത്. അവർ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധി തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ ധനമന്ത്രാലയത്തിൽ നിന്ന് മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് അനുചിതമാണ് എന്നാണ് ജിൻഡോ സൂചിപ്പിച്ചത്. അത് നിങ്ങളുടെ കോർപ്പറേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോളിസിയുടെ തുടർച്ചയാണ്. നിങ്ങൾ അടഞ്ഞിരിക്കുന്ന മുറികളിൽ ഇരിക്കുന്നവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിശാലമായ അർത്ഥത്തിലാണ് സൂചിപ്പിച്ചത്. അത് കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല. ജിജി ജോസഫ്, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിലെ ചൂഷണം അവസാനിപ്പിക്കാനുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുകയായിരുന്നു ധനമന്ത്രി. BJP വന്നതിന് ശേഷമാണോ കോർപ്പറേറ്റുകൾ ഇന്ത്യയിൽ വന്നത്? അങ്ങനെ പറയല്ലേ നിങ്ങൾ? അങ്ങനെ ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയം പറയുന്നതിൻ്റെ ഒപ്പം അങ്ങനെ കൂടിപ്പോകല്ലേ? അങ്ങനെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് BJPയും കോൺഗ്രസും, ഞാൻ പറയുകയാണ് UPA ഭരണകാലത്തെ കുറിച്ച് പറയുകയും കോൺഗ്രസിൻ്റെ കാലത്തെക്കുറിച്ച് പറയുകയും അവരുടെ ആ പാർട്ടിക്കുള്ളിൽ ഞങ്ങളുടെ 33 സംവരണത്തെക്കുറിച്ച് പറയുകയും പാർലമെന്റ് ഇലക്ഷന് ഞങ്ങൾ സീറ്റ് കൊടുത്തതിനെക്കുറിച്ച് പറയും, നിങ്ങൾ സീറ്റ് കൊടുക്കാത്ത വനിതകളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയും. അതല്ല ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഇതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും എല്ലാം കൂടി ഇന്ന് ചർച്ച ചെയ്യണമെന്നും തൊഴിലിടത്തെ സമ്മർദ്ദം മൂലം ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടിയുടെ വാർത്തയോട് വീട്ടിൽ നിന്ന് പരിശീലനം കിട്ടണമെന്നും ധ്യാനിക്കണമെന്നും പറയുന്നതിലെ യുക്തിയില്ലായ്മ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. ജിജി, അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ ഈ വിവാദശാലകൾ പോലെ ആയി മാറിയിട്ട് കാര്യമില്ല ഡോക്ടർ. അങ്ങനെയല്ല, അതല്ല അങ്ങനെ അതെങ്ങനെ അങ്ങനെ പറയാം? അതല്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരു സമൂഹത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആദ്യം എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ സ്വഭാവം മാറുന്നവർ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അപ്പനും അമ്മയും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ആയത് എന്നല്ല എൻ്റെ അർത്ഥം. ബാക്കിയുള്ളവർക്കുള്ള സൂചനയാണ്. ആ സൂചനയാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ അർത്ഥം പറഞ്ഞ അതുകൂടി മനസ്സിലാക്കണം, അതുകൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അതായത് കുട്ടികൾക്ക് ഈ പെൺകുട്ടി അന്ന സെബാസ്റ്റ്യൻ ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ, ഭക്ഷണം പോലും കൃത്യസമയത്ത് കഴിക്കാനാവാതെ, കൃത്യസമയത്ത് കിട്ടാനാവാതെ ആ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് വീട്ടുകാരെന്ത് ചെയ്യണം? അതല്ല പറഞ്ഞത്. പറഞ്ഞത് ഈ കുട്ടിക്ക് ഇഷ്യൂ ഉണ്ടായത് അങ്ങനെയാണ് ഉണ്ടായത് എന്നല്ല പറഞ്ഞത്. പിന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ആ കോൺടെസ്റ്റിൽ എടുത്താൽ ആ കോൺടെസ്റ്റിൽ തന്നെ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ബന്ധവുമില്ലാത്ത ഈ വിഷയത്തിൽ എന്തിനാണ് നിർമ്മലാ സീതാരാമൻ അന്ന സെബാസ്റ്റ്യന്റെ വാർത്ത കോട്ട് ചെയ്തത്? അരുൺ, അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ ജിജി. അന്ന സെബാസ്റ്റ്യൻ ഒരു ഇഷ്യൂ ഈ സമൂഹത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാമ്പസിൽ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനം നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതുകൂടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും തങ്ങളുടെ ഒരാള് സ്ത്രീ ശാക്തീകരണം ഉണ്ടാകണം എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. അതൊരു കാര്യമാണ്. നിങ്ങളതിനെ ഇത് ആ വീട്ടിൽ കൊണ്ടുപോയി കെട്ടരുത്. എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. നോക്കൂ ജിജി, അന്ന സെബാസ്റ്റ്യന്റെ മരണം സംഭവിച്ചത് എന്തുകൊണ്ടെന്നാണ് ജിജി മനസ്സിലാക്കുന്നത്? അത് തൊഴിൽ സമ്മർദ്ദം മൂലമല്ലേ? ആ തൊഴിൽ സമ്മർദ്ദം കോർപ്പറേറ്റിന്റെ തൊഴിൽ ചൂഷണത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. ഇത് രണ്ടും താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അതെ, ശരി. തൊഴിൽ ചൂഷണത്തെ ധ്യാനം കൊണ്ട് നേരിടാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. തൊഴിൽ ചൂഷണത്തെ ധ്യാനം കൊണ്ട് നേരിടാൻ പറ്റുമെന്ന് ഇവിടെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ ഒരു നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന അതിന്റെ ഒരു ധ്യാനവും യോഗയും അതുപോലെ പ്രാർത്ഥനയൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. കുടുംബത്തിൽ നിന്ന് അത് കിട്ടണം എന്ന് പഠിക്കണം എന്ന് മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ചൂഷണം തൊഴിൽ സമ്മർദ്ദങ്ങൾ എന്നാ പറഞ്ഞേ.
നമ്മൾ ഈ തൊഴിൽ സമ്മർദ്ദം തൊഴിൽ ചൂഷണത്തിന്റെ ഭാഗമാണെന്ന് ജിജി സമ്മതിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അത് തൊഴിൽ ചൂഷണമാണ്. കോർപ്പറേറ്റ് തൊഴിലിടം കൊടുത്ത സമ്മർദ്ദമാണ്. അതും തൊഴിലാളിയുടെ ജ്ഞാനവും തമ്മിൽ എന്ത് ബന്ധം? അതെ, അവിടെ സമ്മർദ്ദം കൊടുക്കുന്ന അതെ അവിടെ സമ്മർദ്ദം ഉണ്ടാകുകയും അതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അതിന് കോർപ്പറേറ്റ് സ്ഥാപനമായ ആ സ്ഥാപനത്തിന് എതിരെ നടപടിയെടുക്കണം. അതിൽ ആ നടപടിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകളോട് പറയുന്നത്, നമുക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ യോഗ പഠിക്കുന്നതും മെഡിറ്റേഷനും പലപ്പോഴും സമ്മർദ്ദങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പൊതുവെ ഒരു പെൺകുട്ടി ആ സ്ഥലത്ത് നിന്ന് ഓടി ഒളിച്ചതാണെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു അന്ന അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെങ്കിൽ പറയാം. അന്ന ഏതെങ്കിലും തരത്തിൽ ജീവൻ സ്വയം ഒടുക്കിയതാണെങ്കിൽ പോലും അത് പറയാം. അത് മൂന്നുമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ജിജി. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾക്കിത് തിരിയുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടും നിങ്ങൾ ഇത് പ്രേക്ഷകർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ധനമന്ത്രി പറഞ്ഞതിനെ ഇങ്ങനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ് ജിജി. ഞാൻ CPM പ്രതിനിധിയിലേക്ക് ഒന്ന് പോയി വരാം. ഒരവസരം തരണം. ഡോക്ടർ വി ശിവദാസൻ എം പി യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ ഉദ്ദേശിച്ചത് ഒരു ക്യാമ്പസിലെ മോട്ടിവേഷനാണ്. ആ ക്യാമ്പസിലെ മോട്ടിവേഷനിൽ അവർ അറിഞ്ഞോ അറിയാതെയോ ഈ അന്നയുടെ വാർത്തയൊന്ന് കോട്ട് ചെയ്ത ഒരു സന്ദർഭം ഒരുക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. പക്ഷേ അത് ഇത്ര ആഴമേറിയ വിഷയമാണെന്ന് അവർ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ വിശദീകരണം വന്നു കഴിഞ്ഞു. ഇതും ആ കുട്ടിയുടെ തൊഴിൽ ചൂഷണവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ഇത് ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതല്ല എന്നുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഡോക്ടർ വി ശിവദാസൻ. അരുൺ, ഇവിടെ നിർമ്മലാ സീതാരാമന്റെ പ്രതികരണം അവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ രാഷ്ട്രീയം എന്താണ്? അത് കോൺഗ്രസും BJPയും മുന്നോട്ട് വെക്കുന്ന തൊഴിലാളികൾക്കെതിരായിട്ട് രാഷ്ട്രീയത്തിന് ഉൽപ്പന്നമാണ്. ഇവിടെ ട്രേഡ് യൂണിയൻ റൈറ്റ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്? കോൺഗ്രസിന് പറയാൻ പറ്റുമോ ട്രേഡ് യൂണിയൻ റൈറ്റ് നൽകണം, ഇന്നത്തെ ലേബർ കോഡ് അത് പൊളിച്ചെടുന്നു, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരാൻ, സമരത്തിലേക്ക് വരാൻ കോൺഗ്രസ് ചെയ്യാറുണ്ടോ? ഇല്ല. BJPയുടെ അതേ രാഷ്ട്രീയമാണ് തൊഴിലാളികളോടുള്ള സമീപനത്തിൽ കോൺഗ്രസും പുലർത്തുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചു, റെയിൽവേ ജീവനക്കാരുടെ, പാവപ്പെട്ട ആളുകളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. ആ എയർപോർട്ടുകളിൽ തൊഴിലെടുക്കുന്ന ആളുകളുടെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ അരുണിനോട് തന്നെ ഒന്ന് ചോദിക്കുകയാണ്. ഞാൻ പാർലമെന്റിൽ ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് കോർപ്പറേറ്റ് ചൂഷണത്തിന്റെ വിവിധ മേഖലകൾ, IT കമ്പനികൾ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ ഉന്നയിച്ചു. അതിനൊപ്പം ഞാൻ ഉന്നയിച്ച ഒരു വിഷയം മാധ്യമ സ്ഥാപനങ്ങളിലെ കൊടിയ ചൂഷണമാണ്. നമ്മളെല്ലാം ചർച്ച ചെയ്യണമല്ലോ. ആ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ബ്യൂറോകളിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ അവസ്ഥ. രാവിലെ 7 മണിക്ക് 8 മണിക്ക് അവർ ബ്യൂറോയിലേക്ക് വരും. 8 മണിക്കേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്യാമറാമാനും ഒരു റിപ്പോർട്ടറും ഉണ്ടാവും. 12 മണി വരെ, രാത്രി 12 മണി വരെ എന്ത് വിഷയം ഉണ്ടായാലും അവരവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അവരനുഭവിക്കുന്ന തൊഴിൽ പീഡനത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യില്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യില്ല? അവരുടെ ലാഭത്തെ ഇത് ബാധിക്കും. അപ്പം ലാഭമെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ പല ഭാഗങ്ങളും മറച്ചു വെച്ചുകൊണ്ടേയിരിക്കും. ഏണസ്റ്റ് യങ്ങിലെ തൊഴിൽ പീഡനത്തെക്കുറിച്ച്, ചൂഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് KPMGയിൽ ഇല്ല എന്നുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഓഡിറ്റ് സെക്ടറിലെ കമ്പനികളായിട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 5 വർഷക്കാലം സർക്കാർ എന്താ അതിലൊരു ആക്ഷൻ എടുക്കാഞ്ഞത്? കേൾക്കൂ അരുൺ, ഞാൻ പറയുന്നത് കേൾക്കും. അരുണിന് ആ എന്റെ മാധ്യമ മേഖലയിൽ ഉൾപ്പെടെയുള്ള സംസാരം വരുമ്പോൾ അരുണിന് കൈരളി അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ തൊഴിലുമായി ബന്ധപ്പെട്ടും അവിടുത്തെ തൊഴിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ വി ശിവദാസൻ, എനിക്കതിനകത്ത് വിയോജിപ്പൊന്നുമില്ല. ഈ രാജ്യത്തിലെ ലാഭാർത്ഥിയോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ആ ചൂഷണത്തിന് നിർമ്മലാ സീതാരാമൻ ഭാഗവാക്കായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു. അവർ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണം നടത്തുന്നു. ഇപ്പോൾ പറഞ്ഞല്ലോ, ഏണസ്റ്റ് യങ്ങിൽ അന്വേഷിച്ചിട്ട് നടപടിയെടുക്കണമെങ്കിൽ നിയമം വേണം. ആ നിയമം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കി. ആ നിയമം തൊഴിലാളികളുടെ അവകാശം ഇല്ലാതാക്കി. അവർക്ക് അന്വേഷിച്ച് നിയമാനുസൃതം നടപടിയെടുക്കാൻ പറ്റില്ല. ഞായറാഴ്ചകൾ ഉൾപ്പെടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവർക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുമില്ല.
14 മണിക്കൂറൊക്കെ തൊഴിലാളികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നു. 14 മണിക്കൂർ തൊഴിലെടുത്തു കഴിഞ്ഞാൽ യാത്രയ്ക്ക് വേണ്ടി 3 മണിക്കൂറും ചെലവാക്കിയാൽ 17 മണിക്കൂർ. പിന്നെ എവിടെയാണ് ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഈ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഡോക്ടർ വി ശിവദാസൻ, നിങ്ങൾ എന്തായാലും പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഞങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ നിത്യജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് ഏത് മേഖലയിലായിക്കോട്ടെ തൊഴിലാളികളെ, യുവാക്കളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നയത്തിനെതിരായി നിർമ്മലാ സീതാരാമന്റെ മനസ്സിൽ നിന്ന് തുളുമ്പി വന്നിട്ടുള്ള വിഷം ഉണ്ടല്ലോ, ആ വിഷം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിനെതിരായി രാജ്യവ്യാപകമായി എങ്ങനെയെല്ലാം സമരങ്ങൾ നടത്താൻ പറ്റുമോ, എങ്ങനെയെല്ലാം പ്രക്ഷോഭങ്ങൾ നടത്താൻ പറ്റുമോ, അത് ഞങ്ങൾ പോയി ചർച്ച അവസാനിപ്പിക്കണം. ജിൻഡോ, ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന്റെ പാതയിലാണ്, നിങ്ങളോ? അല്ല, ഞങ്ങളുടെ ഭാഗം പറഞ്ഞല്ലോ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അവരുടെ കുടുംബമായിട്ട് സംസാരിച്ചു. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെയും UDFന്റെയും പ്രഖ്യാപിത നിലപാട് എന്താണെന്ന് സുവ്യക്തമാണ്. ഇവിടെ ഈ നിർമ്മലാ സീതാരാമൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് BJPയുടെ പ്രതിനിധി പറയാം, അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മലാ സീതാരാമനെ പോലെ തന്നെ ഇറസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നത്. ഇനി നിർമ്മലാ സീതാരാമൻ കോർപ്പറേറ്റ് കമ്പനികളുടെ കാര്യം വിട്ട് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ ഈ ധനകാര്യമന്ത്രിക്ക് അറിയാമോ? എത്രയോ മണിക്കൂറാണ് അവർ ദിവസം ജോലി ചെയ്യുന്നത്. അവരൊരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന എത്ര മണിക്കാണെന്ന് ഈ നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രി ഒരിക്കലെങ്കിലും പരിശോധിക്കണം. അപ്പോൾ അതിന് BJPയുടെ പ്രതിനിധി ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ് BJP, ഞാൻ കോൺഗ്രസ് BJP എന്ന പാർട്ടിയുടെ പേരെ ഉപയോഗിച്ചിട്ടുണ്ടായില്ല ഇത്ര നേരം. പക്ഷേ ഉദാഹരണം പറയുന്നത് കഞ്ചാവ് അടിച്ച് മരിക്കുന്നവനെ കുറിച്ചിട്ടൊക്കെയാണ്. ആ വിഷയവും ഈ വിഷയവുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ BJPയുടെ പ്രതിനിധിക്ക് തോന്നി എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാനൊരു യോഗയുടെ ട്രെയിനറാണ്, പക്ഷേ ഇത്തരം വലിയ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ നിങ്ങൾ ധ്യാനിച്ചാൽ മാത്രം മതി, യോഗ നടത്തിയാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ അതൊരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ പട്ടാളക്കാരുടെ നേരെ മറ്റു ആളുകൾ യുദ്ധത്തിന് വരുമ്പോൾ നമ്മൾ ധ്യാനിച്ചാൽ മതി എന്ന് പറയോ? നമ്മൾ പോരാടേണ്ടത് ആ പോരാട്ടം കേട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ തീർച്ചയായിട്ടും അന്ന സെബാസ്റ്റ്യന്റെ മരണശേഷം താങ്കൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു ചർച്ചയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി അങ്ങയോട് ചോദിക്കുന്നത്, ഈ നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന മാനസികമായി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നോ സിബി ജോസഫ്? അതായത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ കോർപ്പറേറ്റുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാ ഗവൺമെന്റിലും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ കണ്ണു അടച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നേരെ മറിച്ച് ഈ റൂൾസൊക്കെ, ഈ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പേരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതായത് സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് ചെയ്തിട്ടില്ലത്. അത് ചെയ്യാതെയാണ് ഇപ്പോൾ ഒരു പ്രസ്താവന പോലെ വന്നിരിക്കുന്നത്. ധ്യാനം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം അതെ, പറഞ്ഞു തീർത്തിക്കോളൂ. അല്ല, അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ചെയ്യാതെയാണ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ഈ നമ്മുടെ ഈ പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് ഇത്രയും വർഷങ്ങളായി ഇപ്പോഴും ഈ കോർപ്പറേറ്റുകളിലൊക്കെ ശരിക്കും സ്ലേവറിയാണ് നടക്കുന്നത്. അതെല്ലാം മാറി മാറി വരുന്ന എല്ലാ ഗവൺമെന്റുകൾക്കും അറിയാവുന്ന ഇങ്ങനെ യാതൊരു ആ സ്ലേവറി നിർത്താനായിട്ടുള്ള നടപടി നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമം സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അടിസ്ഥാനമായ കാര്യം ആത്മവിശ്വാസം കൊടുക്കണം. അതെ, അന്ന സെബാസ്റ്റ്യന്റെ പിതാവ് ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ വി ശിവദാസൻ MP, ജിജി ജോസഫ്, നന്ദി ചർച്ചയിൽ ചേർന്നതിന്.